അപ്പൊ എങ്ങനെയുണ്ട് പടം? ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു അല്ലേ? എങ്ങനെയുണ്ട്? നല്ല പടം, നല്ല പടം, കോമഡി ഫാമിലി ആയിട്ട് കാണാൻ പറ്റും അല്ലേ? ലാഗോ അങ്ങനെയൊന്നും ഇല്ല. നല്ല ഒരു എന്താ പറയാ, ചിരിക്കാനുണ്ട്, ഒരു ത്രില്ലിംഗും ഉണ്ട്, പിന്നെ സസ്പെൻസും ഉണ്ട്, പിന്നെ ക്ലൈമാക്സ് ആയിരിക്കും നമ്മൾ പിടിച്ചിരുത്തും. നല്ല പടം. ബേസിലൊക്കെ അടിപൊളിയാണ് അല്ലേ? ഞാൻ കേട്ടു ഫസ്റ്റ് ഹാഫ് സൂപ്പറായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഒരു ഇതായി, അതായത് ലാഗടിച്ചൊന്നും പിന്നെ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി, നല്ല അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയ്ക്ക് കുറിച്ചുള്ള കുറച്ച് മുന്നേ വരണമായിരുന്നു. അത് മാത്രം ഇപ്പൊ പ്രശ്നം, റിലീസിന്റെ സമയത്തിന് മാത്രം അവർക്കൊന്നും തെറ്റ് പറ്റിയെന്ന് വിചാരിക്കാം അല്ലേ? നല്ല ക്ലീൻ ഫിലിമാണ് അല്ലേ? എന്തായാലും ഫാമിലിക്ക് ഇഷ്ടപ്പെടും. കാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. അനശ്വര രാജനല്ല ഇതിൽ, നിഖില ബെമ്മിലുണ്ട്. വെറൈറ്റി സ്റ്റോറി. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് സിനിമ? നല്ല പടമാണല്ലേ? എങ്ങനെയുണ്ട് സിനിമ? ചേച്ചി എങ്ങനെയുണ്ട് സിനിമ? ചേച്ചി എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നമസ്കാരം, ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ ഞാൻ വിയ്യൂർ ദീപ തിയേറ്ററിലാണ്, തൃശ്ശൂർ വിയ്യൂർ ദീപ തിയേറ്ററിലാണ് നിൽക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ സുപ്രിയ മേനോൻ പ്രൊഡ്യൂസ് ചെയ്ത് പൃഥ്വിരാജ് നായകനാണ്. അതായത് പൃഥ്വിരാജിൻ്റെ തന്നെ സിനിമയാണ് ഈ സിനിമ. വൈഫിൻ്റെ പേരിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. സുപ്രിയ മേനോൻ്റെ പേരിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ബേസിൽ ജോസഫും അനശ്വര രാജനും നിഖില ബെമ്മിലും പൃഥ്വിരാജൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. ഗംഭീര സിനിമ തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങിയുള്ള സിനിമകളിൽ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ. കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമയിൽ. മാത്രമല്ല പൃഥ്വിരാജ് നല്ല രീതിയിൽ കോമഡി നന്നായി ചെയ്തിട്ടുണ്ട് സിനിമ. എന്തായാലും പൈസ കൊടുത്ത് തിയേറ്ററിൽ വരുന്ന കാണികൾക്ക് നല്ലൊരു വിരുന്ന് തന്നെയാണ് ഒരുക്കിയുള്ളത്. കോമഡി ട്രാക്കിൽ പോകുന്ന സിനിമയാണ് ഇത്. എന്തായാലും ഈ സിനിമ ഗംഭീര സിനിമ തന്നെയാണ്. എന്തായാലും 100% വിജയിക്കും. നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. 2024 എന്തായാലും നല്ല സിനിമകളുടെ വർഷമാണ്. അങ്ങനെ വന്ന് മെയ്യിൽ 2 സിനിമകൾ കാര്യമായിട്ട് വിജയിച്ചില്ല. മെയ്യിൽ വന്ന 2 സിനിമകൾ, മുമ്പ് വന്ന 2 സിനിമകൾ കാര്യമായിട്ട് വിജയിച്ചില്ല. പക്ഷേ ഈ സിനിമ എന്തായാലും വമ്പൻ വിജയം നേടും എന്ന് വിശ്വസിക്കാൻ സാധിക്കും നമുക്ക്. എന്തായാലും ഇത് എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്നതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ എത്തിയെന്ന് എനിക്ക് തോന്നുന്നത് ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. എന്തായാലും കളർഫുള്ളായിട്ടുള്ളൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അപ്പോൾ എന്തായാലും ഇതിന് ആകെ പ്രശ്നം എനിക്ക് തോന്നുന്നതാണെങ്കിൽ സമയം, അതായത് വൈകിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് റിലീസിംഗ് ഡേറ്റ് ഈ മാസം തന്നെ ആദ്യം ആണെങ്കിൽ ഇതിന് കൂടുതൽ നല്ല രീതിയിൽ ഇവർക്ക് സമയം കിട്ടിയാണ്. പക്ഷേ ഈ സമയം ഇപ്പോൾ കുറച്ചും കൂടി വൈകി. ഇനി അടുത്ത ആഴ്ചയിൽ മമ്മൂക്കയുടെ ടർബോ വരുന്നു, അങ്ങനെ വേറെ സിനിമകളൊക്കെ വരുന്ന സമയത്ത് പിന്നെയും അതുപോലെ തലവറ അങ്ങനെ സിനിമക്ക് വരുന്നുണ്ട്. ബിജു മേനോൻ ആസിഫിൻ്റെ ഒക്കെ തലവർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം കാണികൾ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് കയറി കാണാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും മനോഹരമായ ഒരു സിനിമ. അതായത് വലിയൊരു സംഭവം എന്നല്ല, കണ്ടു പഴകിയ കഥ തന്നെയാണ്, മുമ്പ് കണ്ടിട്ടുള്ള കഥകൾ തന്നെയാണെങ്കിലും അതൊരു വ്യത്യസ്തമായ രീതിയിൽ നല്ല രീതിയിൽ ഡയറക്ഷൻ ചെയ്തുകൊണ്ട് നല്ല തിരക്കഥയും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് ഈ സിനിമ എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഗുരുവായൂർ അമ്പലനടയിൽ ഗുരുവായൂർ അമ്പലനടയിൽ വരുന്ന സംഭവങ്ങളും അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൃഷ്ണഭക്തനായതുകൊണ്ടും എനിക്കത് ലാസ്റ്റ് സീനൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായി മാറട്ടെ. എന്തായാലും സിനിമ വൻപം വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും.